ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ മായംകുളം ജംഗ്ഷനിലാണ്. ഇതാണ് മായംകുളം ജംഗ്ഷൻ. ഇവിടെ നിന്നൊരു 400 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇത് നമ്മൾ BPL കൂട്ടുപാതയിൽ നോക്കുമ്പോൾ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുണ്ട്. ഇങ്ങനെ നല്ല വയലിൻ്റെ നെൽവയലുകളുടെ ഒരു ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നെൽവയൽ ഫ്രണ്ടേജോട് കൂടിയിട്ട് കുറച്ച് ഹൈറ്റിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ടോന്ന്. അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. 11.5 സെന്റ് സ്ഥലമാണ്. ഇപ്പം ഈ വീട് തൊട്ടടുത്ത് കാണുന്നുണ്ട്. അതേപോലെ നമുക്കിതിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു കാണുന്ന 11.5 സെന്റ് സ്ഥലം നല്ല സ്ക്വയറിലുള്ള പ്ലോട്ടാട്ടോ. അതും കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് വെള്ളം നിൽക്കും, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലം കാര്യമൊന്നുമില്ല. നമുക്ക് ഈ റോഡ് കാണുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഹൈവേ എന്ന് വെറും 400 മീറ്റർ മാത്രം ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇപ്പോൾ ഇത് കൃഷി കഴിഞ്ഞിരിക്കുന്ന സമയം, കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പാടം പൂട്ടിയിരിക്കുന്ന സമയം. ഇല്ലെങ്കിൽ പച്ച വയലിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കറണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ലാൻഡിലേക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ വീട് കിട്ടുകയാണെങ്കിൽ. അതല്ല, ഇതൊരു ഫ്രണ്ടേജ്, ഇതുവരെയ്ക്കും നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ, ഈ ഒരു ലാസ്റ്റ് വരയ്ക്കും. ഇപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് കയറി പോകാൻ പറ്റുന്ന രീതിയിലല്ല, കുറച്ച് ചെടിയും ഇതൊക്കെ വളർന്നു നിൽക്കുന്ന നേരമുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിലൂടെ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിലും വീതിയുള്ള ഒരു റോഡുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലൂടെയും നമുക്ക് വഴിയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് വീടാണെങ്കിൽ ബാക്കി രണ്ട് ഫ്രണ്ട് സൈഡും അതുപോലെ ഈ സൈഡും നമുക്ക് വഴിയാണ് കിട്ടുന്നത്. ബാക്കിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കിത് എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് എടുക്കാവുന്നുള്ളൂ കേട്ടോ. ബാക്കിൽ അത്യാവശ്യം കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് പക്കാ പറമ്പായിട്ടുള്ള 11.5 സെന്റ് സ്ഥലം, ചുറ്റും കമ്പിവേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചുറ്റുവട്ടവും കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അടുത്തന്നെ വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹൈവേ എന്ന് നമുക്ക് വെറും 400 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് ആ താഴത്തേക്കുള്ള പാടവും ആ വ്യൂവും, വെള്ളം കയറുന്നുള്ള പ്രോബ്ലം ഇല്ല. എന്നാൽ വെള്ളം കിട്ടില്ല എന്നുള്ള, വെള്ളം നമുക്കിവിടെ കുഴിച്ച ഏത് ഭാഗത്തും നമുക്ക് വെള്ളം കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. കിണർ കുഴിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ കാട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കാണാം. ആ പാടത്തേക്കുള്ള വ്യൂ ഉണ്ടോ, നമുക്കിതിൻ്റെ ഈ മതിൽ കയറുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ വ്യൂ കിട്ടും. ഫുള്ളായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരികയാണെങ്കിൽ 12 കിലോമീറ്ററാണ് BPL ജംഗ്ഷൻ എന്നുള്ളത്. പൊള്ളാച്ചി, പലരും തമിഴ്നാട് സൈഡിൽ നിന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, പൊള്ളാച്ചി സൈഡിൽ നിന്നും ചോദിക്കാറുണ്ട്. ഒരു വയൽ വ്യൂയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ പാകത്തിനുള്ള ലെവലിൽ കിട്ടുമോ, അതും ഹൈവേ എന്നൊക്കെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ബസ് റൂട്ട് നോക്കുകയാണെങ്കിൽ, ഹൈവേ നോക്കുകയാണെങ്കിൽ 400 മീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു ഏരിയയിലേക്കുള്ളൂ. നല്ല വ്യൂ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇത് കഞ്ചിക്കോട് ജംഗ്ഷനിൽ KV ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 8-10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് 19 കിലോമീറ്റർ, KSRTC പാലക്കാട് നിന്ന് 17 കിലോമീറ്റർ, ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് 18 കിലോമീറ്റർ, മെഡിക്കൽ കോളേജ് ലുലു മാളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. കണ്ടല്ലേ, തൊട്ടടുത്തൊക്കെ നല്ല വീട്, അതുപോലെ തന്നെ ആ വ്യൂ ഉണ്ടോ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ അവിടെ കുറേ തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, ചെറിയ തെങ്ങുകളാണ്. അതിൻ്റെ അടുത്ത് തന്നെ കൃഷി ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട്, കംപ്ലീറ്റ് കൊയ്ത്ത് കഴിഞ്ഞ കാരണം കൊണ്ട്, ഇല്ലെങ്കിൽ പച്ചപ്പിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നു. ആ ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഏരിയ നല്ല രീതിയിൽ കിട്ടുന്നു. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് ഈ 11.5 സെൻറ്റിന് പെർ സെൻറ്റിന് 3.5 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള വിൽക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.